ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും GTA 5ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എഫ് എന്ന ടാസ്ക്കാണ്. ഫ്രാങ്ക്ലിൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫ്രാങ്ക്ലിൻ എന്ന് തന്നെയാണ്. ഇവിടെ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, ഫ്രാങ്ക്ലിൻ, അതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അച്ഛന്മാരെ, ഞാൻ ഫ്രാങ്ക്ലിൻ്റെ വീട് എത്താറായിട്ടുണ്ട്. ഇതാണ് ഫ്രാങ്ക്ലിൻ്റെ പുതിയ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അധികം വീട്ടിൽ കയറിയിട്ട് പോലും ഇല്ല. ഫുള്ള് ലെസ്റ്ററിൻ്റെ ട്രെവറിൻ്റെ ഒക്കെ പുറകെ നടക്കുന്നതുകൊണ്ട് ഒന്നും അറിയത്തില്ല ഗൈസ്. നമ്മളെന്തായാലും ഇവിടെ വന്ന് ഇരിക്കണമെന്നാണ്. ഓക്കെ, ഇരുന്നത് എന്താണ്, വീടിൻ്റെ പുറമേയുള്ള വ്യൂ കാണിക്കുകയാണ്. ഇത് ബൈനാക്കുലറിൽ കൂടെ നോക്കുകയാണ് ഫ്രാങ്ക്. ഓക്കെ, ഈ ടാസ്കിൻ്റെ പേര് ലാമർ ഡോൺ എന്നാണ് ഗൈസ്. ബെല്ലടിക്കുന്നുണ്ട് ഗൈസ് ഡോറിൽ. ആരാണെന്ന് നോക്കാൻ. ഫ്രാങ്ക്ലിന്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. ഗേൾ ഫ്രണ്ട് ആയിരിക്കും, അറിയത്തില്ല. നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്തേക്കാം. സോമില്ല പറയുന്നത്, സോമില്ലിലോട്ട് പോകാനാണ്. ഇത് എന്ത് മില്ലാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മോനെ കേസ് ഇത്രയും ദൂരമുണ്ട് കേസ്. കേസ് ഇതെനിക്കറിയാം കേസ്. ഈ മില്ല് എനിക്കറിയാം. തോന്നുന്നതോ വെടിവെപ്പിനെന്തോ ടാസ്ക്കാണെന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും നേരെ സോ മില്ലിലോട്ട് പോവാം. നമ്മൾ സോ മില്ലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അത് ട്രെവറും കൂടെ ആയിട്ട് എന്തോ ചെയ്യുന്ന ഒരു ടാസ്ക്കാണ്. ഞാനിപ്പോൾ ട്രെവറായിട്ടുണ്ട്. മൈക്കിളും ഉണ്ട് കേസ് കൂടെ. മൈക്കിളും ഇപ്പം ഇങ്ങോട്ട് പോയിട്ടുണ്ട്. മൈക്കിളും ഫ്രാങ്ക്ലിനും ട്രെവറും കഴിച്ചു. ഈ 3 പോയിന്റ് കാണുന്നില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയിട്ട് ആരെങ്കിലും ഒരാൾ പോയി നിൽക്കണം കേസ്. ഇപ്പോൾ ട്രെവർ ഈ പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ മൈക്കിളും അടുത്ത ആ 2 പോയിന്റിൽ പോയി നിൽക്കണം. ഓക്കെ, കൺഫേം പൊസിഷൻ ആക്കിയിട്ടുണ്ട്. ട്രെവറിന് ഫ്രാങ്ക്ലിനെ കൊണ്ടുപോയി നിർത്തണം കഴിയും. ഫ്രാങ്ക്ലിനെ കൊണ്ടുപോയി നമുക്ക് ട്രെവറിനെ നിർത്തിയ പോയിന്റിൽ നിർത്തണ്ട, നമുക്ക് വേറെ പോയിന്റിൽ കൊണ്ടുപോയി നിർത്താം. അപ്പുറത്തോട്ട് പോകാൻ ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്നു. ഇതിലെ വഴിയുണ്ട്. ഈ ഫ്രാങ്ക്ലിൻ്റെ കാര്യം ഇതെന്തോ ആണ് ഇത്. ഫ്രാങ്ക്ലിനെ ഒന്ന് കയറും. ഫ്രാങ്ക്ലിനെ ഓക്കെ കയറി. അപ്പോൾ ആ പാലത്തിൽ കൂടെ കയറിയിട്ട് നമുക്ക് ഫ്രാങ്ക്ലിനെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തണം. ഓക്കെ, നമ്മുടെ ലാമറിനെ അമ്മ തട്ടിക്കൊണ്ട് പോയായിരുന്നു. ലാമറിനെ കണ്ടുപിടിക്കണം. എടാ നിർത്താൻ പറ്റില്ലടാ, ഇവിടെ അലേർട്ടായി. ഇതിലാണത്തിന് അടിച്ച് പോയിട്ട് എൻ്റെ ഇതിനൊക്കെ നല്ല ഇതിൻ്റെ ബാക്ക് ഒരു ഐഡിയ ഉണ്ട്. നമ്മുടെ മെയിൻ സാധനം എടുത്തിട്ട് അടിക്കാൻ ഷോക്കാനാണ് ലോങ് പോകുന്ന ഷോക്കാനാണ്. ഇവിടെ എവിടെയാടാ ഇപ്പൊ ചാവും. റബ്ബറെ കയറിയടിക്കുന്നു. അവനെ ഓടാ സൈഡ് കിണ്ടിയാട്ടെ. അവനെ കൊണ്ടുപോയി മൈക്കിളെ എടുക്കാൻ പറ്റും. അതിനെടുക്കാം. ഫ്രാങ്ക്ലിൻ ചത്ത് ഗൈസ്. നമുക്ക് ഒന്നും കൂടെ മിഷൻ ചെയ്യാം ഗൈസ്. ഫ്രാങ്ക്ലിൻ ചത്ത് ഗൈസ്. നമുക്ക് റീട്രൈ കൊടുക്കാം. ഇവൻ്റെ പൊസിഷന് നിർത്തിട്ട് ആദ്യം ട്രെവർ. മൈക്കിളല്ലേ ഗൈസ് നിൽക്കുന്നത്? ഈ മൈക്കിളാണ്. ഇവിടെ എന്തായാലും കൺഫേം പൊസിഷൻ ആക്കിയിട്ടുണ്ട്. എന്താണ് ആവാത്ത? ഓക്കെ ആയി. ഫ്രാങ്ക്ലിനാണ്. ഫ്രാങ്ക്ലിനെ കൊണ്ട് നമ്മൾ ഐശ്വര്യം പോകാൻ ഗീസ്. മൈക്കിൾ ഇവിടെ തന്നെയാണ് ഗീസ്. ഇവിടെ നിന്ന് സ്നൈപ്പ് ചെയ്യാനാണ് നമ്മൾ മൈക്കിളിൻ്റെ പരിപാടി. ബാക്കിയുള്ള 2 പൊസിഷനും നമ്മൾ പോയി സെർച്ച് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നിർത്തേണ്ട അല്ല, സെർച്ച് ചെയ്യാനാണെന്ന് തോന്നുന്നത്.
ലാമറിനെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നേക്കുന്നതെന്നാണ് തോന്നുന്നത്. സൗണ്ട് എടുത്തത് അടിച്ചിടാം. സ്നൈപ്പർ വെച്ചിട്ട് ആവത്തില്ലടാ. ഇതെന്താണ് സ്നൈപ്പർ വെച്ചിട്ടൊന്നും ആവുന്നില്ല. അവിടെ ഫോൺ എടുക്കണ്ടാ. ഫോണൊക്കെ അവനെ കൊണ്ട് കുറെ പേരെ സ്നൈപ്പർ വെച്ച് അടിച്ചിരുന്നു. അടികൊള്ളുന്നുണ്ട്. എനിക്കാണെങ്കിൽ അടി കൊടുക്കാനും പറ്റുന്നില്ല. നമുക്ക് മസ്കറ്റിന് അടിച്ചാലേ മസ്കറ്റ് എടുത്ത് കളിച്ചു. മസ്കറ്റ് കിട്ടുന്നത് നോക്കാം. മസ്കറ്റിന് ഒറ്റ വഴി ആരാണെന്നില്ല. ഏടാ ഈ ഫ്രാങ്ക്ലിനെ കൊണ്ട് ഇവിടെ വരുമ്പോൾ എപ്പോഴും ചാവുമല്ലോ ഗൈസ്. പക്ഷെ എന്ത് കഷ്ടമാണ് നോക്കണേ. ഇനിയും ട്രൈ ചെയ്യാം ഗൈസ്. നമ്മൾ തോക്കത്തില്ല ഗൈസ്. ഉമ്മരൊന്നും കൊണ്ട് പൊസിഷനെയൊക്കെ നിർത്തി ഫയറിങ് തുടങ്ങട്ടെ. എന്നിട്ട് കാണിച്ചാൽ ഓക്കെ ഗൈസ്. ഇവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും ഇവിടുന്ന് സ്നൈപ്പറിന് മാക്സിമം അടിച്ചു വിടാൻ നോക്കുകയാണ് ഗൈസ്. ഞാൻ മാക്സിമം അങ്ങോട്ട് റഷ് ചെയ്ത് കളിക്കാനാണ് നോക്കുന്നത്. ട്രെവറിൻ്റെ കൂടെ പോകണം. നമ്മൾ ഈ തോക്ക് കളിക്കുന്നത്. ഈ തോക്ക് വിഷയമാണ്. നല്ല റേറ്റ് ഓഫ് ഫയർ കൂടിയ തോക്ക്. ട്രെവർ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. കവർ ചെയ്യുന്നുണ്ട്. അവിടെ എത്തുന്നവരെ അവരടിച്ചിറങ്ങി. അത്യാവശ്യം റേഞ്ച് കൂടിയ തോക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയൊക്കെ ഇരുന്ന് അടിക്കുന്ന ഞാൻ കാണത്തില്ലെന്ന് വിചാരിച്ചു. അവനും തൊട്ട് റോക്കറ്റ് എടുത്തു. അവനെ നിർത്തി സിനി കഴിച്ച് ഇവിടെ സൂക്ഷിച്ച് കളിക്കുന്നു. ഇവിടെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ മൈക്കിളിനെ നൈസായിട്ട് എടുത്തടിക്കാം. മൈക്കിൾ ഇവിടെ നിന്ന് സ്കോപ്പ് ചെയ്യുന്നുണ്ട്. നല്ലോണം കൊടുക്കാൻ പറ്റുന്നില്ല കൈസ്. അവൻ ഒളിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൈസ് ഓടിക്കും. സൈഡിലുള്ള അവനെ നിർത്തും. സെറ്റ് നമ്മുടെ എല്ലാരും ഇവിടെ സാരം കാണുന്നു. ഓടാ ഫ്രാങ്ക്ലിൻ്റെ നെറ്റിട്ട് തുറന്നടാ. സിനോക്ക് റഷ് ചെയ്യാനായിട്ടുണ്ട്. സ്ലാമർ അകത്തുണ്ടെന്നാണ് അപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത്ര ചുറ്റി വന്നിട്ട് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അകത്താണ് എൻ്റെ മോൻ
ബെഡ് എടുത്തിട്ടുണ്ട്. ഇവന്റെ തോക്ക് കൊടുത്ത് ഇപ്പോഴും വെടിവെക്കാൻ പറ്റില്ല, അറിയത്തില്ല. പക്ഷെ ഇവൻ എടുത്ത് തോക്ക് ഗ്രീൻ ഗ്യാങ്ങിൻ്റെ ഒരു മെയിൻ മെമ്പർ തന്നെയാണ് നമ്മുടെ ലാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഗ്യാങ്ങുമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി കാണും ബെല്ലാസ് ഗ്യാങ്. അതായിരിക്കും ഇവനെ തന്നെ പിടിച്ചോണ്ട് പോയത്. എൻ്റെ മോനെ അടുത്തമാര് വണ്ടിയും പിടിച്ച് വരുവാണല്ലോ. വണ്ടിയും മൈക്കിളിനെടുത്തുള്ള എല്ലാവരും വരുന്നത്. മൈക്കിളിനെടുക്കണം, എടുക്കാനോ പണി കിട്ടിയാലോ. മൈക്കിളിനെ കൊണ്ട് എല്ലാം മൈക്കിൾ ഒറ്റയ്ക്ക് കുറേ പേരെ കൊല്ലാൻ എത്തി. നമുക്കെന്തായാലും ഫ്രാങ്ക്ലിൻ എടുക്കുന്നു. നമുക്കെന്തായാലും ഇനി ലാമറിനെ ഹൗസിലോട്ട് കൊണ്ടുപോകണം. പക്ഷെ എല്ലാവർക്കും കയറാൻ പറ്റിയൊരു വണ്ടി ഇതിന് 4 പേർ മൈക്കിൾ വരുന്നതാണ്. അമ്മ ഇവിടെ നിന്ന് ഫയർ ചെയ്തോളാന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവരെ കൊണ്ട് നേരെ ലാമറിൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ലാമറിൻ്റെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.